ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് 2-3 കുറച്ച് പേഴ്സണൽ മെസ്സേജ് വന്നു, എൻ്റെ മേക്കപ്പ് വീഡിയോ കൂടി ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ജസ്റ്റ് ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ആസ് യൂഷ്വൽ ഞാൻ ക്രീം ചെയ്തു, മോയ്സ്ചറൈസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ SPF ഇട്ടു, എല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അവസാനമാണ് നമ്മൾ SPF ഇടേണ്ടത്, മേക്കപ്പിന് തൊട്ട് മുന്നും പിന്നെ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഏറ്റവും അവസാനം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, SPF ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എൻ്റെ ഇവിടുത്തെ ഡാർക്ക് സർക്കിൾ. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാം. അത് കവർ ചെയ്യാനായിട്ട് ഞാൻ കളർ കറക്റ്റർ എടുത്തിട്ടുണ്ട്. അത് എൽഫിൻ്റെ ആണ് കേട്ടോ. അത് ഞാൻ പതുക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ എനിക്ക് എവിടെയായിട്ട് ചെറിയൊരു ഡിസ്കളറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രമാണ് ഞാൻ ചെയ്യാട്ടത്. ഇതേ കണ്ടോ, ഇവിടെ ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി മീശേര എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ചെറുതായിട്ട് ഞാൻ നല്ല പറഞ്ഞല്ലോ, ചെറുതായിട്ടൊരു ഡിസ്കളറേഷൻ പോലെ ഉണ്ട്. ഇവിടെ അത്രയില്ല, അതതിൻ്റെ ഒരു ഫേസിലാണ്. എന്നിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഞാനത് സ്പീഡിൽ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അങ്ങനെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കീക്കോൻ്റെ 2-in-1 ആണ്. അതിൽ ഫൗണ്ടേഷനും കൺസീലറും ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാനെല്ലാം മുഖം മൊത്തം തേക്കില്ല, ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ ചെയ്യുന്ന വിധമാണ് കേട്ടോ. അത് ഇനി പലരും പല ഇതിലാണ് ചെയ്യുക. കുറച്ചേച്ച് എടുക്കുള്ളൂ, ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇത് ബ്ലഷ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല ഞാൻ ഇതാണ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രഷ് ഉപയോഗിക്കും. ഇതാണ് കൂടുതൽ നമുക്ക് ഞാൻ ഒരുപാട് അങ്ങോട്ട് എല്ലായിടത്തും തേക്കില്ല. കാരണം നമുക്കത് എന്താ, നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഫൗണ്ടേഷൻ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ, കൺസീലർ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഗ്രേ കളർ വരും. നമ്മൾ മെയിനായിട്ട് നമ്മൾ എപ്പോഴും ഒരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത് സ്കിൻ ടോണിനനുസരിച്ച് വേണം. നമ്മളിങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിനേക്കാൾ കൂടുതൽ ലൈറ്റർ ആണെങ്കിൽ മുഖം ഗ്രേ പോലെ ഇരിക്കും, അതുപോലെ ഡാർക്കർ ആണെങ്കിലും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്കിൻ നമ്മൾ പോയി അത് അവിടെ പോയി സെലക്ട് ചെയ്യണം, അവരോട് ചോദിക്കണം. അപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മുഖത്തോടെയൊക്കെ ചെയ്തു കൂട്ടാം. കാരണം എനിക്ക് ഒരുപാട് അങ്ങോട്ട് ചെയ്യണത് താല്പര്യമില്ല. ഇപ്പം ഞാൻ അടുത്ത കമ്മലിട്ടു. ഇനി ഞാൻ മുടി ഞാൻ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാനിത് ചെയ്തതാണ് കേട്ടോ, ബോട്ടോക്സ് ചെയ്തതാണ്. അതിനെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സ്കിൻ ടോൺ ഏകദേശം കളർ മാച്ച് ഉള്ളത് വേണം അത് വാങ്ങാൻ കേട്ടോ. പക്ഷെ ഞാൻ ഉപയോഗിച്ചത് മാത്രം ഇവിടെ ഈ ചെറുതായി ബ്ലാക്ക്, അതായത് ഡാർക്ക് സർക്കിളും ഡാർക്കായിട്ട് കാണുന്ന സ്ഥലങ്ങൾ മാത്രമാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളടത്തൊന്നും ജസ്റ്റ് ഒന്ന് മെയിൻ ചെയ്യുന്നുള്ളൂ, ബാക്കി മൊത്തം ഞാൻ തേച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതാണ് കളർ കറക്റ്റർ, ഞാൻ എൽഫിൻ്റെയാണ് ഉപയോഗിക്കുന്നത്, കീക്കോൻ്റെ. പിന്നെ ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം തന്നെ അതിൽ തന്നെ വെച്ച് ഞാൻ ഹൈലൈറ്റ് ചെയ്യും, ബ്ലഷ് ചെയ്യും ഫേസ്. പിന്നെ അതിൻ്റെ ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞു, മെയ്ബലിൻ്റെ മാറ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒപ്പം ഞാൻ അതിൻ്റെ ലിപ് ഗ്ലോ ആയിട്ട് ഫെൻഡി ഉപയോഗിക്കാറുണ്ട്, കിക്കോ ഉപയോഗിക്കാറുണ്ട്, പലതും ഉപയോഗിക്കാറുണ്ട്. അതായത് കളറിനനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് ഡാർക്കാണ്, അപ്പോൾ നമ്മുടെ ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ അങ്ങനെ. പിന്നെ കുറേ ഉണ്ട്, കിക്കോൻ്റെ പിങ്കിഷ്, അങ്ങനെ കുറേ ഉണ്ട്, അതൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ലിപ് ഗ്ലോ അതൊക്കെ വെച്ചിട്ട് പിന്നെ ഐലൈനർ ഞാൻ നാട്ടിൽ നിന്ന് അതിൻ്റെ ഐലൈനറാണ്, എനിക്ക് അറിയില്ല സത്യത്തിൽ അതിൻ്റെ പേര് അതിനെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക കേട്ടോ. പിന്നെ ഇനി ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് വിട്ടാൽ മതി, ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.